ഇലക്ട്രിക് വണ്ടികളുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൂടുതൽ ഓടുക എന്നുള്ളതാണ് മുതലാക്കിയെടുക്കാനുള്ള കാര്യം. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കോമറ്റ് എന്ന് പറയുന്നത് പഴയ ടാറ്റ നാനോയുടെ വലിപ്പമുള്ളെങ്കിലും 10.5 ലക്ഷം രൂപ വിലയുണ്ട് അതിന്. എന്നിട്ട് നമ്മളത് വാങ്ങിക്കുന്നത് 200 കിലോമീറ്റർ ചാർജ് ചെയ്താൽ കിട്ടുന്നുണ്ട്, വീട്ടിൽ സോളാർ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചിലവില്ല. നമ്മൾ ഇതല്ലാതെ സിറ്റിയിൽ ഓടിക്കാൻ നമുക്ക് തോന്നാത്ത അവസ്ഥയായി. അത്രയും കുഞ്ഞു വണ്ടി കൊച്ചി സിറ്റിക്ക് പറ്റും. ഈ രീതിയിൽ ഇപ്പം ബാംഗ്ലൂർ സ്ഥിരമായിട്ട് ബിസിനസ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു 500-600 കിലോമീറ്റർ റേഞ്ചുള്ള ഇലക്ട്രിക് വണ്ടി എടുത്താൽ തീർച്ചയായിട്ടും പുള്ളിക്ക് അത് ഓടിച്ച് മുതലാക്കാൻ പറ്റും. അങ്ങനെയല്ലാതെ വല്ലപ്പോഴും ഒരു ഓട്ടോ ഓടുന്ന ആൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു സെക്കൻഡ് വണ്ടിയായിട്ട് ആയിരിക്കും ഈ ഇലക്ട്രിക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഒരു വെറുതെ വീട്ടിൽ വാങ്ങിച്ചിടേണ്ട ഒരു സാധനമല്ല. പിന്നെ വീട്ടിലെ സോളാർ കൂടെ ഒരു ആവശ്യമാണ്. കാരണം നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കാര്യം എപ്പോൾ വേണേലും താരിഫ് കൂട്ടാം. ഇപ്പം തന്നെ സോളാറിൻ്റെ താരിഫ് കൂട്ടാൻ പോകുമെന്ന് പറഞ്ഞു. ലോകം മുഴുവനുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ മാത്രം EV വാങ്ങിക്കണമെങ്കിൽ ഇപ്പോഴും ഉണ്ട് ടാക്സ്. സോളാർ വെച്ച് കഴിഞ്ഞാൽ അതിനും അതിൻ്റെ പുറത്ത് താരിഫ് വരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളിവിടെ നേരിടുന്നത്, വേറെ വരുമാനം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്കിൽ പോലും സോളാർ വെച്ച് ഇലക്ട്രിക് വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് മാസം ഇപ്പോൾ എങ്ങനെ പോയാലും ഞാൻ നോക്കിയിട്ട് 25,000 ലാഭമുണ്ട് എൻ്റെ പെട്രോൾ വണ്ടി ഓടിച്ചിരുന്നതിനേക്കാളും. കാരണം ഞാൻ അധികം സിറ്റിയിൽ ഓടുന്ന ആളായതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയും ഭയങ്കര ലാഭത്തിലുമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.